ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമല്ലേ കാണുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നെജില ഷാൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണാം. ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കണ്ടതിൻ്റെ ശേഷം വെറുതെ വന്ന് കമൻറ്റ് ബോക്സിൽ കണക്കണമെന്ന് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റിൽ തന്നെ ഇത് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ ഒരു വീഡിയോ ഒരിക്കലും ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇനി ഒരിക്കലും നെജില ഷാൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ചെയ്യരുതെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ അവളുടെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് ഞാൻ നെജിലയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ നെജിലയുടെ മകൾക്ക് ഒരു കൊലുസ് വാങ്ങിക്കൊടുത്തതിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ അതിലാൾ പറയുന്നുണ്ട്, റഹീമാണ് കൊലുസ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. കൊലുസ് എന്ന് പറയുന്നത് പാദസാരം. നമ്മുടെ നാട്ടിലേക്ക് പാദസാരം എന്നാട്ടോ പറയാം, നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്താ പറയാമെന്നൊന്ന് പറയാം. അപ്പം പാദസാരം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10 കൊല്ലം വരെ നോക്കാത്ത ആ വ്യക്തി എന്തിനാണ് പാദസാരം വാങ്ങിക്കൊടുത്തത്? അപ്പം മകള് ചോദിച്ചതാണ്, മകളെ കൊണ്ട് ഉമ്മ ചോദിപ്പിച്ചതാണെന്നൊക്കെ ആളതിലിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, അതിൽ ഈ ഒരു നെജില അവളുടെ ഉമ്മയെയും അവളുടെ മുൻ ഭർത്താവിനെയും കൂട്ടിച്ചേർത്തിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോ മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാവും. നെജില പറയാതെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൾക്കുടെ ഉമ്മയും ഇവനും തമ്മിൽ ഒരു വിധം അവിഹിത ബന്ധം ഉണ്ട് എന്നാണ്. അത് അവളോട് പലപ്പോഴും അവൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെയും നിന്റെ ഉമ്മായെയും ഒരുമിച്ച് മേയ്ക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് റഹീം ഒരുപാട് തവണ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, റഹീം നിങ്ങൾക്കൊരു അന്യ പുരുഷനല്ലേ, അപ്പോൾ ഒരു അന്യ പുരുഷന്റെ കൂടെ നിങ്ങൾ എന്തിനാണ് പോകുന്നത്? എന്നിട്ട് ഇവളൊരു ക്വസ്റ്റ്യൻ ഇവളുടെ ബ്രദേഴ്സിനോട്, ആങ്ങളമാരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ 2 ആൺകുട്ടികളല്ലേ, നിങ്ങൾക്ക് ആ സ്ത്രീ ഒന്ന് നിലക്ക് നിർത്തിക്കൂടെ? നാട്ടുകാരൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് ആദ്യം നെജിലയോട് പറയാനുള്ളത്, നെജില, മഞ്ഞപ്പിത്തുള്ളവർക്ക് എന്ത് കണ്ടാലും മഞ്ഞയായിട്ടേ തോന്നത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് നിനക്ക് ആ ഒരു ഉമ്മയും റഹീമും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ, ആ ഒരു നല്ലൊരു ബന്ധത്തിനെ പോലും നിനക്കൊരു അവിഹിത ബന്ധമായി തോന്നാനുള്ള കാരണം നിന്റെ കണ്ണിന്റെ കേടാണ് നെജില. പിന്നെ അന്യപുരുഷനല്ലേ, അന്യപുരുഷനെ കാണാൻ എന്തിനാണ് മസ്രൂറിനെ കൊണ്ടുപോയതെന്ന് നീ ചോദിക്കുന്നുണ്ട്. എടാ, അത് മസ്രൂറിയുടെ ഉപ്പയാണ്. മസ്രൂറിന്റെ ഉപ്പനെ കാണാൻ അവൾ അവളുടെ വല്യമ്മയുടെ കൂടെ പോയതിന് എന്താണ് തെറ്റ്? ഇനി ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഷാൻ നിനക്ക് അന്യപുരുഷനായിരുന്ന സമയത്ത് ഈ ഷാനിനെ കാണാൻ വേണ്ടിയിട്ട് റമളാൻ മാസത്തില് ഷാനുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് അവന്റെ കൂടെ ഒരു ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ തിന്ന നീ അന്യപുരുഷനെ കാണാനല്ലായിരുന്നോ പോയത്? അല്ലേ? അന്ന് ഈ നാട്ടുകാർ പലതും പറഞ്ഞിട്ടില്ലായിരുന്നോ? നിനക്കതൊരു അല്ലായിരുന്നോ? നിന്റെ ആങ്ങളമാർക്ക് അന്ന് നിന്നെ അടക്കാൻ കഴിഞ്ഞിട്ടില്ലേ? അന്ന് നിനക്ക് ആങ്ങളമാരോട് ചോദിച്ചുകൂടായിരുന്നോ, എടാ ഞാൻ ഒരു അന്യപുരുഷനെ കാണാൻ പോവാണ്, അതും നോമ്പിന് മസാല ദോശ തിന്നാന്, എന്നിട്ട് ഓൻ്റെ കൂടെ പോയിട്ടേ? അപ്പോൾ അവർക്ക് നിന്നെ അടക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ നിനക്ക് നിന്റെ ഉമ്മയെ ഇങ്ങനെ ഒരു പൊതു സമൂഹത്തിന്റെ മുന്നിൽ വന്നിട്ട്, ഒരു പൊതു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വായിൽ തോന്നിയത് എന്തും നീ വിളിച്ച് പറയുമ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യും? ആ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥ ആ സ്ത്രീക്ക് അറിയുന്ന യൂട്യൂബേഴ്സിനായിട്ട് പങ്കുവെക്കും. അപ്പൊ നീ പറയും എന്ത്? കണ്ടോ, എല്ലാ യൂട്യൂബേഴ്സിനെയും വിളിച്ചിട്ട് എൻ്റെ വീട്ടിലത്തെ കഥകളൊക്കെ പറയുകയാണെന്ന് പറഞ്ഞിട്ട് നീ അതൊരു നിന്റെ ഒരു കോണ്ടന്റ് ആയിട്ട് നീ അത് അങ്ങോട്ട് കൊണ്ടുവരും. അപ്പം അറ്റ് ലാസ്റ്റ് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നീ തന്നെയാണെന്നുള്ള സത്യം ഒന്ന് നീ മനസ്സിലാക്ക്. എടാ, നിന്നെ പ്രസവിച്ച് വളർത്തിയ നിന്റെ ഉമ്മ, ഇപ്പൊ നിന്റെ മകളെ നോക്കുന്ന നിന്റെ ഉമ്മ, നിനക്ക് നാണല്ലേ സ്ത്രീയെ? സ്വന്തം പെറ്റുമ്മയെയും മുൻ ഭർത്താവിനെയും അഹിതം പറയാന് നിനക്ക് നാണല്ലേ? ആ കുട്ടിയുടെ ബാപ്പനെ ഇഷ്ടമല്ല എന്ന് പറയാൻ നീ ആരാ? നീ ഓതിക്കൊടുത്ത ആ ബാപ്പയെ പറ്റിയുള്ള കുറ്റങ്ങൾ ഓതിക്കൊടുത്ത് ചിലപ്പോൾ ആ കുട്ടിക്ക് ആ ബാപ്പയോടുള്ളൊരു ഇഷ്ടക്കേട് വന്നിട്ടുണ്ടാവും. ഇപ്പൊ ആ കുട്ടിക്ക് സത്യം മനസ്സിലായപ്പോൾ അത് ബാപ്പയുടെ അടുത്തേക്ക് പോയി. മനസ്സിലായോ? പിന്നെ നീ പറയുന്നുണ്ട്, ഒരു കോടതിയും ഒരു കള്ളുകൂടിയന്റെ അടുത്തേക്ക് കുട്ടിയെ പറഞ്ഞയക്കില്ല, അതുകൊണ്ട് റഹീമ നിനക്ക് കുട്ടിയെ കിട്ടില്ല എന്ന്. റഹീം കള്ളുകൂടിയനായിക്കോട്ടെ, ആ കുട്ടിയുടെ സ്വന്തം ബാപ്പയാണ്. കോടതി റഹീമിന് കുട്ടിനെ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നീ ആ കുട്ടീനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആ കുട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കള്ളുകൂടിയന്റെ അടുത്തേക്കാ. നിനക്ക് എന്താ ഡബിൾ ഡാഡി സിൻഡ്രോം ഉണ്ടോ? തോന്നുമ്പോൾ തോന്നിയത് പറയാ. എന്താ ഷാൻ എന്താ കുടിയനല്ല? നീയല്ലേ പറഞ്ഞത് ചാക്ക് കണക്കിന് കുടിക്കും, കഞ്ചാവുള്ള MDMA ആൾക്കാരായിട്ടാണ് കൂട്ട് പറഞ്ഞ നീയല്ലേ? അപ്പൊ ആ ഒരു അന്യപുരുഷന്റെ അടുത്തേക്ക് നിന്റെ മകളെ എത്തിക്കായിട്ട് നിനക്ക് എന്താ ഇത്ര അസ്വസ്ഥത? പറ.
എന്താ നിനക്ക് ഇത്ര അസ്വസ്ഥത നജില? ആ കുട്ടിയുടെ ബാപ്പ സ്നേഹം കൊടുക്കട്ടെ, സമ്പത്ത് കൊടുക്കട്ടെ, സമ്മാനം കൊടുക്കട്ടെ. നിനക്കെന്താ? നീ നിന്നെപ്പോലെ കഴിയുന്നത് പോലെ ആ കുട്ടിയെ നോക്ക്. നീ പ്രസവിക്കാൻ പോവല്ലേ, ഒന്ന് സബൂറി, കുറച്ച് നല്ലതൊക്കെ ചെയ്യ്. വെറുതെ ഉമ്മയുടെ പച്ചർച്ചി ഇങ്ങനെ തിന്നല്ലേ. നിന്റെ ഉമ്മയല്ലേ, നിന്റെ ഉമ്മയല്ലേ. നീ ആദ്യം നന്നാക്. ഉമ്മയ്ക്കും മുൻ ഭർത്താവിനും അഹിതം. പുതിയ നജിലയുടെ കണ്ടന്റ് നന്നായിട്ടുണ്ട് നജില. പിന്നെ നജിലയുടെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയത് നജിലാക്ക് റഹീമിനെ ഇഷ്ടമില്ലാത്തതിന്റെ മെയിൻ കാരണം റഹീമിന്റെ വയസ്സാണ്. നജിലാക്ക് അത്ര വയസ്സുള്ള ഒരു ഭർത്താവിനെ ഇഷ്ടമല്ല. അവൾ എന്നും ഇങ്ങനെ പുറത്ത് ചുറ്റി നടക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ടായിരിക്കും അവൾക്ക് റഹീമിനോട് ഇഷ്ടമില്ലാത്തത് അല്ലേ? നിന്റെ സംസാരത്തിൽ നിന്ന് അതാണ് കേട്ടോ മനസ്സിലാകുന്നത്. അപ്പം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നജിലയുടെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ആ സ്ത്രീ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ? സ്വന്തം ഉമ്മയെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക്, ഒരു കള്ളുകൂടിയന്റെ അടുത്തേക്കാണോ നിങ്ങൾ ആ മകളെ എത്തിക്കാൻ നോക്കുന്നത്? നജിലയെ സപ്പോർട്ട് ചെയ്തവരോടാണ് എനിക്കിത് ചോദിക്കാനുള്ളത്. കമന്റ് ബോക്സിന്റെ അടിയിൽ വന്നിട്ട് ഇന്ത്യ പാകിസ്ഥാൻ പോലെ നജില ടീം, അതുപോലെ ബീൻ ഫാമിലി ടീം, 2 ടീമായിട്ട് വന്ന് കമന്റ് ചെയ്യാം. നമ്മൾ അറ്റ്ലാസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ കുട്ടിയുടെ ഫ്യൂച്ചർ നമുക്ക് എങ്ങനെ സേഫ് ചെയ്യാം, ആ കുട്ടി എവിടെയായിരിക്കും സേഫ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്, അല്ലാണ്ട് ഒരു കള്ളുകൂടിൻ്റെ അടുത്തേക്ക് ആ കുട്ടി എത്തിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ.